അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറുവത്തൂർ പാക്കനാർ ടാക്കീസിന്റെ ഉടമയായ ഉഗ്രൻ എന്ന് അറിയപ്പെടുന്ന ആളെയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഈ പാക്കനാർ ടാക്കീസ് എത്ര വർഷമായി ആരംഭിച്ചിട്ട്? നമ്മളിത് 1961 കാലഘട്ടത്തിൽ കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയോട് പ്രവർത്തനം ആരംഭിച്ച സിനിമാ തിയേറ്ററാണ്. അന്ന് ഈ സിനിമാ തിയേറ്ററിൻ്റെ ഈ സ്ഥലത്തുനിന്നത് കറണ്ട് പോലും എത്തി നോക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഓണം കയറാൻ പോലെ, അതായത് ഒരു വികസനവും ഇല്ലാതെ ഒരു സാധാരണ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാ തിയേറ്റർ അച്ഛനെ സ്ഥാപിക്കുമ്പോൾ അച്ഛൻ്റെ കുടുംബക്കാർ മുഴുവൻ അച്ഛനോട് എനിക്ക് തലക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചാണ്. അപ്പോൾ അന്ന് അച്ഛൻ ഇത് തുടങ്ങാൻ പ്രേരണ ഉണ്ടായത് ഒരു തിരുവനന്തപുരം സ്വദേശിയായിട്ട് JTCയിൽ ഒരു സൂപ്രണ്ടായിരുന്നു, നാരായണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ അയാളുടെ ട്രാൻസ്ഫറായി വന്ന സമയത്ത് ഈ നമ്മുടെ ചെറുവത്തൂരിൻ്റെ ഭാഗത്ത് ഒരു വിനോദങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലസമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അതായത് അദ്ദേഹത്തിൻ്റെ നിർബന്ധം എന്ന് പറയാം. അന്നിവിടെ JTSൻ്റെ കോൺട്രാക്ട് പണികളും ചില വർക്കുകളും ചെറിയ വർക്കുകൾ അച്ഛനന്ന് എടുക്കുന്ന ഒരു സമയമായിരുന്നു. അച്ഛനെ അന്ന് അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും പ്രൊജക്ടറും സംവിധാനങ്ങളും എല്ലാം ഞാൻ അതിൻ്റെ കൊണ്ട് ഏർപ്പാടാക്കി തരാം. നിങ്ങൾ അതിനെ കൊണ്ട് ഞാൻ തിരുവനന്തപുരം പോയിട്ട് അതിൽ ഏർപ്പാടാക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ബോധവാനാവേണ്ട, എല്ലാ സംവിധാനമാക്കും. നിങ്ങളൊരു ബിൽഡിങ് മാത്രം കെട്ടിയാൽ മതി, അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ആക്കാം. അങ്ങനെ അയാളെ മുൻകൈ എടുത്ത് പ്ലാനും കാര്യം എല്ലാം പാസ്സാക്കി തന്ന് ഇന്ന് നിൽക്കുന്ന ഈ തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അന്ന് 1960 ഈ തിയേറ്റർ തുടങ്ങിയത്. അതിനുശേഷം അവിടെ ആ സ്ഥല സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം അച്ഛൻ ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് ഒരു തിയേറ്ററിൻ്റെ വർക്ക് തുടങ്ങുകയും അത് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അച്ഛനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്നില്ല, അന്ന് ഈ കാര്യംകൂടി പാലൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് നീലേശ്വരം കാഞ്ഞങ്ങാടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തോണി വേണം, കടന്നു പോകണം, അപ്പുറം പോകണം. തോണി ചങ്ങാടെന്ന് പറഞ്ഞ് ആ ഒരു ലെവലിൽ വേണം അപ്പുറം എത്തുക. ആ ഒരു കാലഘട്ടത്തിൽ ഈ തിയേറ്റർ തുടങ്ങിയത് അച്ഛനെ സംബന്ധിച്ച് കറണ്ട് കിട്ടാൻ തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കറണ്ട് കിട്ടുന്നത്. ഫുള്ള് ജനറേറ്ററിലായിരുന്നു സിനിമ കളിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ സിനിമ കളിക്കുന്നതിൽ വൈകുന്നേരം 6:30 രാത്രി 9:00 2 ഷോ മാത്രം. പിന്നെ ഞായറാഴ്ച മാത്രം ഒരു മോർണിംഗ് ഷോ കുട്ടികൾക്ക് പകുതി ചാനലിൽ സിനിമ കളിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അങ്ങനെയായിരുന്നു ഈ സിനിമ പ്രവർത്തനം നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇത് ഈ നാട്ടിലുള്ളവർക്കൊരു അത്ഭുതം പോലെയാണ്. സിനിമാ തിയേറ്റർ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. അത് ആദ്യകാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഈ തിയേറ്റർ അച്ഛന് പ്രവർത്തിച്ച് പോകാൻ പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച് കൊണ്ടുവന്ന ഈ കാലഘട്ടത്തിൽ രണ്ടാമത് ഇപ്പോഴും ഈ തിയേറ്റർ ഷിഫ്റ്റ് ചെയ്ത സമയത്തും അച്ഛനെ സംബന്ധിച്ച് സിനിമ തിയേറ്ററിൻ്റെ മുകളിൽ കൂടുതൽ ശ്രദ്ധ അച്ഛൻ കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിന് പല ചെങ്കൽ മേഖലയിലും മറ്റേ അച്ഛൻ ഈ കല്ലുകൊത്ത് വ്യവസായം കൊണ്ടുവന്ന എൻ്റെ അച്ഛൻ ആദ്യമായി ചെറുവത്തൂർ ഒരു കല്ലുകൊത്ത് വ്യവസായം തുടങ്ങിയ എൻ്റെ അച്ഛൻ. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ലോറി ചെറുവത്തൂർ ഇറക്കിയതുണ്ട് അച്ഛൻ. അച്ഛൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ നാട്ടിൽ ട്രാക്ടർ ആദ്യം കൊണ്ടുവന്ന അച്ഛൻ, മനസ്സിലായോ? അന്ന് നിങ്ങൾക്കറിയാലോ ട്രാക്ടറൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അന്ന് യന്ത്രവൽക്കരണത്തിന് ഭയങ്കര എതിർപ്പുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ യന്ത്രവൽക്കരണം നടപ്പിലാക്കിയ ഒരാളെന്ന രീതിയിൽ അതിനൊക്കെ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വന്ന ഒരാളാണ്. അതേപോലെ തന്നെ അച്ഛനെന്ന് വാങ്ങിയ ട്രാക്ടറൊക്കെ ഞാൻ തന്നെയായിരുന്നു മുഴുവൻ സമയം പ്രവർത്തിപ്പിച്ചതും. അതിൽ ഈ ജനങ്ങളിൽ ഒരുപാട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരപ്രദമായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സീസൺ സമയത്ത് നിങ്ങൾ അറിയാമല്ലോ, ഈ ചെറുവത്തൂർ, കുട്ടമത്ത്, അതുപോലെ പല സ്ഥലങ്ങളിലും അതായത് 3 മാസക്കാലം ഒരു റെസ്റ്റും ഇല്ലാതെ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ഒരു ദിവസം ചുരുങ്ങിയതൊരു 18 മണിക്കൂറൊക്കെ ഞാൻ ട്രാക്ടറോട് പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പല സ്ഥലങ്ങളിലും പോയി, ദൂര സ്ഥലത്തും പോയി പണിയെടുത്തിട്ടുണ്ട്. അന്ന് ജോലിയോട് എനിക്ക് ഭയങ്കര പ്രതിപത്തിയുള്ള ഒരാളായതുകൊണ്ട് എനിക്കിതൊന്നും അന്നൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ആ ജോലിയോടനുബന്ധിച്ച് തന്നെ ഈ സിനിമാ തിയേറ്ററും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ?
അച്ഛൻ്റെ കൃഷിയിടങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് പോലും വരലും. ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് എന്ന് പറയും. അതായത് ഒരേ സമയത്ത് പല ജോലിയും ചെയ്തതാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ട്രാക്ടർ കൂടുതൽ പണിയെടുത്ത സമയത്തിൽ എനിക്ക് നടുവിൽ ചെറിയ പ്രശ്നങ്ങൾ തേയ്മാനെല്ലാം അതിന് ശേഷം ഒരു 10-15 കൊല്ലം ഞാൻ ട്രാക്ടർ കൊണ്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇനി ഇത് ശരിയാവില്ല, അതുകൊണ്ട് ട്രാക്ടറിനെ കൊണ്ട് കളിക്കുന്ന ഈ പരിപാടി നടക്കില്ല, അതുകൊണ്ട് മാറ്റണം. അങ്ങനെ ആ ജോലി ഞാൻ വിരമിച്ച് പിന്നെ സിനിമാ തിയേറ്ററുമായിട്ടും അച്ഛൻ്റെ ഭൂസ്വത്തുകളെല്ലാം നടത്തൽ, ഇതൊക്കെയാണ് എൻ്റെ ജോലി. ഓക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതൊരു അച്ഛൻ്റെ ആദ്യം പെൺമുട്ടയിടുന്നൊരു താറാവ് എന്ന് പറയില്ലേ, പക്ഷെ അത് മോശമാകുമ്പോൾ അതിനെ ഫ്രൈ ആക്കി തിന്നുന്ന ഒരു ഏർപ്പാട് ശരിയല്ല എന്ന് എനിക്കും കൂടി തോന്നിയതുകൊണ്ട് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അതായത് ആർക്ക് ചെറുപ്പത്തൂർ വന്ന് ഇറങ്ങിയാലും ആരെയും ഒന്ന് ആദ്യം ചോദിക്കുന്നത് പാക്കനാറിൻ്റെ അടുത്താണോ, പാക്കനാറിൻ്റെ തൊട്ടടുത്താണോ എന്നാ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പാക്കനാർ എന്ന് പറയുന്നത് ചെറുപ്പത്തൂരിൻ്റെ ഒരു മുഖമുദ്രയാണ്. ജനങ്ങളുടെ ഇടയിൽ ചെറുപ്പത്തൂർ എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് പറയുന്നത് പാക്കനാറായിരുന്നു. പിന്നെ മാത്രമല്ല ഈ പാക്കനാർ എന്ന് പറയുന്നത് രാത്രി 12 വരെ 1 മണി വരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എപ്പം വിളിച്ചുള്ള ഒരു സ്ഥലം പാക്കനാറാണ്. മനസ്സിലായി? അതുകൊണ്ട് വെച്ചാൽ ഇവിടെ ഇത്രയും സമയം പണിയെടുക്കുന്നതുകൊണ്ട് ഇവിടെ കളവ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കച്ചവട പീടികളല്ല അവരൊക്കെ സെക്യൂരിറ്റി പോലെയാണ് പാക്കനാറിനായിട്ട്. ആ കാലഘട്ടത്തിൽ ഈ ചെറുപ്പത്തൂർ ടൗണിൽ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സംവിധാനം വരുമ്പോൾ അതിനൊരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടായ സമയത്തും അതിന് ഹൈക്കോടതിയിലൊക്കെ ഞാൻ പോയി കേസ് ഫയൽ ചെയ്ത് ഈ ചെറുപ്പത്തൂർ ടൗണിൻ്റെ ഹൈവേൻ്റെ തൊട്ടടുത്ത് ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കാൻ വേണ്ടി എൻ്റെ ഒരു പ്രവർത്തനം കൂടി അതിൻ്റെ അകത്ത് വളരെയധികം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കി അന്നത്തെ CPM എൻ്റെ മുഖ്യമന്ത്രിയായ EK നായനാറാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിലൊരു മത്സരിക്കാൻ വന്ന സമയത്ത് ഞങ്ങളുടെ ഈ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അതിങ്ങനെ ഈ രാഷ്ട്രീയപരമായിട്ട് ചില വടംവലി ഉണ്ടായ സമയത്ത് ഒരു വിഭാഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു വടംവലി ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് പഞ്ചായത്ത് തീരുമാനം ഇവിടെയായിരുന്നു. പക്ഷെ അത് പഞ്ചായത്ത് തീരുമാനം എടുക്കുമ്പോഴും അന്ന് നടപ്പിലാക്കാനുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് വന്ന സമയത്ത് അത് കോടതിയിലെത്തി. കോടതി ഞാൻ തന്നെയാണ് അത് മുഴുവൻ സമയം മെനക്കെട്ട് ഞങ്ങളുടെ സ്ഥലം ഈ ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് പോകുന്ന റോഡിൻ്റെ സ്ഥലമൊക്കെ ഞങ്ങൾ വിട്ടുകൊടുത്തത്, നമ്മുടെ സ്വമേധ വിട്ടുകൊടുത്തതല്ലായിരുന്നു. അങ്ങനെ ആ തിയേറ്ററിൻ്റെ അന്ന് ഈ സിനിമാ തിയേറ്ററിൽ വേണം നിലനിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ സംബന്ധിച്ച് പിന്നെ ഈ ബസ് സ്റ്റാൻഡ് ഒരു അത്യാവശ്യ ഘടകമാണ്. മനസ്സിലായില്ലേ? ബസ് സ്റ്റാൻഡ് അത്യാവശ്യമാണ്. അപ്പോൾ നിലനിന്ന് പോണില്ല എന്തായാലും. പിന്നെ ഈ മേഖലയിൽ നിങ്ങൾക്കറിയാം ചെറുപ്പത്തൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സിനിമാ തിയേറ്ററുണ്ട്. അതായത് നീലേശ്വരം 4 തിയേറ്ററുണ്ട്. ചെറുപ്പത്തൂർ തന്നെ വേറൊരു തിയേറ്റർ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഒരു 10-15-20 വർഷം കഴിഞ്ഞ ശേഷം ചെറുപ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു KMK തിയേറ്റർ വന്നു. അതുപോലെ തൊട്ടടുത്ത് വീടിന് 2 കിലോമീറ്റർ അപ്പുറം കാലിക്കടവ് കാർത്തിക വന്നു. കരിവള്ളൂർ ലീന ടാക്കീസ് ഉണ്ട്. തൃക്കരിപ്പൂർ ചക്രവാണിയുണ്ട്. പുതിനൂർ സൗഭാഗ്യമുണ്ട്. തൃക്കരിപ്പൂർ നർത്തകിയുണ്ട്. ഒരുപാട് തിയേറ്ററുകൾ ഈ പ്രദേശത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ പൂട്ടാനുള്ള ഒരു പൂട്ടിപ്പോയി എന്നുള്ള പറയുന്നത് വളരെയധികം ശോചനീയാവസ്ഥ. അതായത് ഈ സ്ഥാപനങ്ങളെ പൂട്ടാനുള്ള ഒരു കാരണം ഇൻഡസ്ട്രിയിലുള്ള കിടമത്സരം കൊണ്ട് പൂട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഈ തിയേറ്ററുകളൊന്നും ഇപ്പോൾ പൂട്ടിപ്പോകേണ്ട ഒരവസ്ഥയിലുള്ള. കാരണം എന്ന് വെച്ചാൽ അന്ന് ഒരു സിനിമ റിലീസ് ചെയ്താൽ തൊട്ടടുത്ത തിയേറ്ററുകൾക്ക് കിട്ടാക്കനി എന്ന് പറയും. അതായത് 10-50 ദിവസം കഴിഞ്ഞാൽ പോലും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ലെവലിലാണ് അന്ന് താഴെയുള്ള തിയേറ്ററുകൾ. വളരെയധികം പ്രതിസന്ധിയായിരുന്നു. അതായത് ഒരു സിനിമ നമുക്ക് റിലീസ് ചെയ്ത പടം കളിക്കാൻ പറ്റില്ല. അതിപ്പോൾ മറ്റുള്ള തിയേറ്ററുകാരൻ അത് 50 ദിവസം വരെ കളിക്കും. 50 ദിവസം കഴിഞ്ഞാൽ തന്നെ കൊടുക്കില്ല. അങ്ങനെയുള്ള വളരെ പ്രതിസന്ധിയുള്ള സമയങ്ങളിൽ ഈ തിയേറ്ററുകൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ കേരളത്തിൽ ഒരു വൈഡ് റിലീസ് നടപ്പിലാക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അതായത് ആരോഗ്യപരമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന തിയേറ്ററുകൾക്കല്ല, അതായത് അത്യാവശ്യം ഒരു കാണികൾ ഒരു കണക്കുണ്ട്, ലിമിറ്റേഷൻ. അതായത് ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച സിനിമ ഓടുന്ന തിയേറ്ററുകൾക്ക് നിർബന്ധമായിട്ട് റിലീസ് കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം വന്നപ്പോൾ കേരള സിനി എക്സിബിഷൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഞങ്ങളുടെ സംഘടന ഒരു 2011 ഞങ്ങൾ ഒരു തിരുവോണം നാളിൽ സമരം ചെയ്തു. 2011 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. അന്ന് സാൾട്ടാൻ പെപ്പർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അന്ന് ജൂലൈ 8 റിലീസ് ചെയ്തത്. ആ സിനിമ കേരളത്തിലുള്ള താഴേക്കടയിൽ ഒരു തിയേറ്ററായിരുന്നു
പറ്റ തൊടാൻ കിട്ടിയില്ല. ഇവർ 50 ദിവസം 75 ദിവസം സിനിമ കളിക്കുന്നു പറഞ്ഞപ്പോൾ തിരുവോണത്തിന് സിനിമ പോലും കളിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ കേരളത്തിലെ ബിയും സിയും തിയേറ്ററുകൾ അന്ന് അടച്ചു സമരം ചെയ്തു. തൃശ്ശൂർ നമ്മൾ ഭയങ്കര പ്രകടനമൊക്കെ നടത്തി. എൻ്റെ മേലിൽ ഞങ്ങൾക്ക് കുറച്ച് കല്ലാറുകൾ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അന്ന് പറയണ്ട, അത് കഥയൊന്നും പറയുന്നില്ല. കല്ലാറുകൾ അടികൊല്ലാക്കാൻ വേണ്ടി കല്ലാറുകൾ കിട്ടി. പക്ഷെ അന്ന് സമരം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ കേരളത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഒരു ഇത് നമ്മുടെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററുകൾക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കി നല്ല ഗുണനിലവാരമുള്ള തിയേറ്ററുകൾക്ക് നിർബന്ധമായിട്ട് റിലീസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അന്ന് ആ ക്ലാസിഫിക്കേഷൻ കമ്മിറ്റീൻ്റെ രൂപീകരണത്തിൽ ഉത്തരമലബാർ, ഉത്തരമേഖല, മധ്യമേഖല, ദക്ഷിണ മേഖല 3 മേഖലയെ തിരിച്ചുകൊണ്ട് 3 വണ്ടികൾ, 3 സർക്കാരിൻ്റെ 3 ഒരു 10-15 ടെക്നീഷ്യന്മാരെ ആക്കിയിട്ട് 3 വണ്ടികൾ പല സ്ഥലത്തും ആക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അന്ന് 60% മാർക്ക് കിട്ടിയ തിയേറ്ററുകൾക്ക് നിർബന്ധമായിട്ട് റിലീസ് കൊടുക്കണമെന്ന് ഒരു നിബന്ധനയും വെച്ച് ഉപാധി വെച്ച് ആ സമരം അവസാനിപ്പിക്കുക. അങ്ങനെ ആ സമയ കാലഘട്ടത്തിൽ അന്ന് ഈ ക്ലാസിഫിക്കേഷൻ കമ്മിറ്റീൻ്റെ മാർക്ക് ലിസ്റ്റിൽ പാക്കനാർ തിയേറ്ററിന് അന്ന് 75 മാർക്കാണ്, മനസ്സിലായി. അതേപോലെ അന്ന് റിലീസ് ചെയ്യുന്ന പല തിയേറ്ററുകൾക്കും 50, 55, 58 മാർക്കേ ഉണ്ടായിരുന്നു തൊട്ടടുത്ത പല തിയേറ്ററുകൾ. പക്ഷേ അതൊന്നും പേരെടുത്ത് പറയുന്നില്ല. എങ്കിൽ പോലും ഇവരെക്കാൾ ഏറ്റവും ടോപ്പിൽ ലെവലിൽ പാക്കനാറായിരുന്നു. അന്ന് ക്വാളിറ്റി ബേസിൽ പാക്കനാറ് നമ്പർ 1, മനസ്സിലായി. അന്ന് ലൈറ്റ് ആയാലും സൗണ്ട് ആയാലും നമ്മൾ എന്താ സെനോൺ ലൈറ്റ് സൗണ്ട് വെച്ചാൽ ആദ്യമായിട്ട് ബൾബ് സിസ്റ്റം സെനോൺ ലൈറ്റ് ഉണ്ടാക്കിയത് പാക്കനാറ്. അന്ന് കാർബൺ വെച്ച് കത്തിക്കുന്ന സമയത്തും ഈ സെനോൺ ആർക്കിലാകുമ്പോൾ ആദ്യം ഈ ജില്ലയിൽ ആദ്യം കൊണ്ടുവന്ന് ഞാനാണ്, മനസ്സിലായില്ല. അതിന് വരിയുണ്ട്, ഡാമിലൊക്കെ ഭയങ്കര കോഷണ സ്ഥലമാണ്. അന്ന് ഇവരെല്ലാം കാർബൺ വന്ന് കത്തിക്കുന്ന സമയം. അതുകൊണ്ട് ലൈറ്റിൻ്റെ കാര്യത്തിലും സൗണ്ടിൻ്റെ കാര്യത്തിലും പാക്കനാർ അന്ന് സൂപ്പറായിട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും അന്ന് ജനങ്ങളുടെ അടിയിൽ തന്നെ സിനിമ ഒരു കല്ല് വീണു. സിനിമ കാണാൻ പോകണം, പാക്കനാർ പോകണം, ആസ്വദിക്കാൻ പോകണം, പാക്കനാർ പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ചെറിയ പ്രയാസമുള്ളത് നേരിടുന്ന വെച്ച് AC ഇല്ലാതെ എന്നുള്ള ഒരു ചെറിയൊരു ന്യൂനത ഇപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഒരു ലാഭമോ നഷ്ടമോ നോക്കാതെ തന്നെ ഈ സിനിമാ തിയേറ്റർ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ജനങ്ങളുടെ ഒരു ആസ്വാദന മേഖലയിലേക്ക് എത്തിക്കും എന്ന് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, സിനിമാ തിയേറ്റർ AC ആക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ കൊണ്ട് AC വിറ്റാക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 മാസം എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് തിയേറ്ററുകൾ അടച്ചിടേണ്ട ഒരവസ്ഥയാണ്. അതിന് ഒരു കാലതാമസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ അടച്ചിടലിനെ സംബന്ധിച്ച് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും തിയേറ്ററുകൾ നമ്മളെന്തായാലും ഈ വ്യവസായം എന്നറിയാം. ഈ സിനിമാ തിയേറ്ററിൽ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഹൈടെക്കുള്ള സ്ഥലമാണ്. ഇവിടെ സെൻറ്റിനൊക്കെ 30-30 ലക്ഷം രൂപ വരെയുണ്ട്. ഓക്കെ, ഈ സ്ഥലം ഒരു 10-60 സെൻറ്റ് സ്ഥലത്ത് എന്നെ സംബന്ധിച്ച് ഒരു തിയേറ്റർ വ്യവസായത്തിനേക്കാളും നല്ലത് ഒരു 5 നില മാളോ 6-7-8 മാളും നിലയുടെ മാളുകൾ ഉണ്ടാക്കിയാൽ എന്നെ സംബന്ധിച്ച് ഒരു തലവേദനയില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ സിനിമാ വ്യവസായം വിടാതെ പിന്തുടരുന്നത് കണ്ടിൽ പൈതൃകമായി വന്നൊരു സാധനം. അത് നമ്മൾ ഉള്ളിടത്തോളം കാലം അത് നിലനിർത്തുക, നമ്മളത് പൊളിച്ചതാണ്. അതായത് ഇതിൻ്റെ കാശ് മാത്രം ഉണ്ടാക്കി നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ഇത് പൊളിച്ച് വേറെ സാധനം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് മലബാർ ഗോൾഡാണോ മറ്റേ ഗോൾഡാണോ ഏത് ഗോൾഡായിരുന്നു അറിയപ്പെടുന്നത് മലബാർ ഗോൾഡായിരുന്നു. അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ആരും അന്വേഷിക്കില്ല, മനസ്സിലായില്ലേ? ഇതാരും ആടുകൊണ്ട് മലബാർ ഗോൾഡിൽ എടുത്തിട്ടതാണ്. പക്ഷേ പാക്കനാർ എന്ന് പറയുമ്പോൾ ഇന്നും ആ പേരിന് ആ പ്രസക്തി കളയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം നിലനിർത്തിയാണ്. അത് എല്ലാവരും ഒന്ന് ബോധ്യപ്പെടുന്നതല്ലേ. അത് മാത്രമല്ല, ഇന്ന് 100 ഉറുപ്പ്യക്ക് ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള എന്ന് പറയാം. മറ്റുള്ള തിയേറ്ററിൽ കാഞ്ഞങ്ങാട് പോയാൽ 200 ഉറുപ്പ്യാണ്. കാഞ്ഞങ്ങാട് 200-150 ഒക്കെ റേറ്റ്. പക്ഷേ ഇവിടെ വന്നാൽ ഒരു 100 ഉറുപ്പ്യക്ക് സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ചില ഒരു AC-ൻ്റെ പ്രശ്നങ്ങൾ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ 2 മാസമാണ്. ഈ 2 മാസം വരെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന കഴിഞ്ഞാൽ ഈ 2023 വരെ സിനിമാ മേഖല കടുത്ത നഷ്ടത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2023 വരെ സിനിമാ മേഖല നഷ്ടമാണ്. അതായത് OTT പ്ലാറ്റ്ഫോമിൽ കണ്ടമാനം പണം വരികയും അത് തിയേറ്ററുകാരനെ കളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണത വന്നു. അന്ന് സിനിമ OTT-യിൽ വരുന്ന സിനിമകൾ തിയേറ്ററിൽ കളിച്ചാൽ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റും, OTT എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റികൾ കുറച്ച് കുറവും. അന്ന് അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ വന്നപ്പോൾ ജനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ലേശകലാൻ തുടങ്ങി. അപ്പോൾ നല്ല സിനിമകൾ വന്നത് തന്നെ നിങ്ങൾക്കറിയാം, വിരലിൽ ഉണ്ടാകുന്ന സിനിമകൾ മാത്രമേ 2023-2022 വന്നു.
വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ സിനിമാ മേഖല കടുത്ത പ്രതിസന്ധിയിൽ വന്നു. പല തിയേറ്ററുകളും വാടകയ്ക്ക് കൊടുക്കുന്ന സിറ്റുവേഷനിൽ വന്നു. പല തിയേറ്ററുകളും ഇന്ന് വാടകയ്ക്ക് കൊടുത്തിട്ടാണ്. ഈ സിനിമ മേഖല മൊത്തം പരിശോധിച്ച് മനസ്സിലാവും. ഒരുപാട് തിയേറ്ററുകൾ വാടക കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിയേറ്ററുകൾ പൂട്ടിപ്പോയ ചരിത്രങ്ങളുണ്ട്. ഒരുപാട് തിയേറ്ററുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ചെയ്യാൻ ഭയങ്കര ലാഭമുള്ള സാധനമാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് ഒരു 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരാളാണ് ഇതിൻ്റെ വിധി എഴുതുന്ന ഒരാളെങ്കിൽ 30 കോടി 50 കോടി മുടക്കിയെന്നാണ് മനസ്സിലാവും. 100 രൂപ കൊടുക്കാനാണ് ഇതിൻ്റെ യഥാർത്ഥ വിധി എഴുതുന്നത്. പഴയ കാലത്തും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? പഴയ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് സിസ്റ്റമായി. അന്ന് പ്രിൻ്റായിരുന്നു. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമകളെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു പ്രിൻ്റ് വന്നിട്ട് ഒരു സിനിമ കളിക്കുന്ന കാര്യം അന്നൊരു ഫിലിം പെട്ടിയൊക്കെ വന്ന് ഇറങ്ങുന്ന അന്ന് ആഘോഷമാണ്. അന്ന് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഫിലിം പെട്ടി അധികം വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് ഇവിടെ ഒരു മാണിയമ്മ എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളായിരുന്നു റെയിൽവേ സ്റ്റേഷൻ പെട്ടിയുടെ കൊണ്ടിരുന്നത്. ഈ പെട്ടി കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ തന്നെ പോകും. മനസ്സിലായി? അന്നൊരു ആഘോഷമായിരുന്നു സിനിമാ പെട്ടി എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് ഇവിടെ ഷോ തുടങ്ങേണ്ട സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടി വരും. എവിടെ നിന്നല്ലോ ഏതെല്ലാം റൂട്ടിൽ നിന്ന് ബസ് ഇവിടെ ഇറങ്ങുമ്പോൾ അതിന് വേണ്ടി ജനങ്ങൾ ഇവിടെ ബസ്സിൻ്റെ മേലെ എവിടെയായിരുന്നില്ല അവരതിൻ്റെ പിന്നാലെ ഉണ്ടാവും. അത് മോഹൻലാലോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന നടന്മാരുടെ സിനിമയിൽ നിന്ന് അവരെന്നെ തീർത്ത് വിരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് സിനിമ പ്രിന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ റിസ്ക്കുള്ളൊരു കാലമാണ്. കാരണം എന്താ വെച്ചാൽ ഈ പ്രിന്റ് എപ്പോഴും ഡാമേജോ ഈ ചെക്കിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമാണ്. അപ്പോൾ ചില സമയങ്ങളിലല്ല ഈ പടം മുറിഞ്ഞു പോകുന്ന കട്ടാക്കും സീൻ കട്ടായി പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അന്ന് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒരുപാട് തെറിവിളി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റണ്ടിൻ്റെ ക്ലൈമാക്സ് സീനിലൊക്കെ ചിലപ്പോൾ പടം കൊണ്ടു പ്രിന്റ് മുറിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നൊരു 100 രൂപ അന്ന് ഒരു സിനിമാ തിയേറ്ററിൽ കയറുന്നവൻ്റെ ഒരു കാശ് മുടക്കി കയറുന്നവൻ എന്ത് തെറി വിളിക്കാൻ ലൈസൻസ് ഉള്ള ഏക സ്ഥാപനം സിനിമാ തിയേറ്റർ. ഇനി ഏതെങ്കിലും ഒരു മേഖല വലിച്ചു വെച്ചുകൊണ്ടാൽ ഒരു പൈസ മുടക്കി മുഖത്ത് നോക്കിയിട്ട് പൂരത്തെറി. ഞാൻ പറയില്ല ആ വീടുകളിൽ നിന്നോട് ഉപയോഗിക്കാൻ കഴിയില്ല. അത്രയും മോശമായ അവസ്ഥ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മ പോലും കേൾക്കാൻ അറമ്പറ്റുന്ന രീതിയിൽ വാക്കുകളാണ്. മനസ്സിലായില്ല? എന്ത് പറയാനാ? സത്യം പറയില്ല. എൻ്റെ അച്ഛൻ തിയേറ്ററിൽ നടത്തിയിരുന്ന സിനിമയാണ്. മനസ്സിലായ? കറണ്ട് പോയ അപ്പോൾ ഫ്രീ വിളി വരും. അച്ഛൻ ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം പോലും കൊടുക്കൂല എന്നാണ്. ഈ കറണ്ട് പോകുന്ന സമയം ചിലപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിലാണെന്ന് പിന്നെ ചോദിക്കണ്ട. കസേര ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണെന്ന് പറഞ്ഞാൽ പറയാം. അത്രയും ഭയങ്കര പേടിയാണ്, ഭയപ്പാടായിരുന്നു. സത്യം പറയാൻ സിനിമ എന്ന് പറയുന്ന ഒരു ടെൻഷൻ പിടിച്ച ബിസിനസ്സാണ്. അത് ആരോട് ഞാനിപ്പം പറയാം. ടെൻഷൻ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ബിസിനസ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ ഷുഗറാണ്. എന്നെ ഡോക്ടർ പറഞ്ഞു ഓവർ ടെൻഷനിലുണ്ടാകും നിങ്ങൾക്ക് ഷുഗർ വന്നു, നിങ്ങൾ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഷുഗർ ഇല്ലാന്ന് പറയും. പക്ഷേ എനിക്ക് ഷുഗർ ഇപ്പോഴും ഷുഗർ ഉണ്ട്. എന്തുകൊണ്ടറിയാം? എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സിനിമ വിടുന്നത് ഇപ്പോൾ തുടങ്ങുന്ന സിനിമകൾ വിടുന്നതും 2 മണി 2:15. മനസ്സിലായോ? ഒരു സിനിമ വിടുമ്പോൾ 2:15. ഈ 2:15 മണി വരെ സ്വാഭാവികമായിട്ട് ഞാൻ ഉറങ്ങാറില്ല. മനസ്സിലായോ? എൻ്റെ പ്രായം ഇത്ര ആയിട്ട് പോലും എനിക്ക് ഉറപ്പ് വരില്ല. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല, നിങ്ങൾ ഉറങ്ങാണ്ടെങ്കിൽ പണി പോകില്ല, നിങ്ങളെ ഓർമ്മശക്തിയെ കുറച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ലക്ഷണം അതുകൊണ്ട് എന്തെങ്കിലും റിലാക്സ് ചെയ്യുന്ന ഉറങ്ങാണ്ട് പോയാലും എന്നെ ഈ ഉറപ്പ് ശരിയാണ്. മനസ്സിലായി? പഴയ സിനിമ പുതിയ സിനിമ ഇപ്പം ഡിജിറ്റലാണ്. ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ വന്നാലും അത് അതിനകത്ത് റിസ്ക്കാണ്. കാരണം വെച്ചാൽ പണ്ട് നമുക്ക് ഒരു പ്രശ്നം വന്നാൽ അന്ന് സിനിമാ തിയേറ്റർ ഞാൻ ഈ സിനിമാ തിയേറ്റർ ആദ്യം കൊണ്ടിരുമ്പോൾ ആദ്യം ഒരു സിംഗിൾ പ്രൊജക്ടറായിരുന്നു. പിന്നീട് ഞാൻ അത് ഡബിൾ പ്രൊജക്ടറാക്കി മാറ്റി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംവിധാനം തകരാറായി കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രൊജക്ടിൻ്റെ കൊണ്ടൊക്കെ നമുക്ക് കയറ്റി കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല. മനസ്സിലായി? അച്ഛനുണ്ടായിരുന്ന ഒരു സിംഗിൾ പ്രൊജക്ടർ ഉണ്ട്. അപ്പോൾ ഈ തലവേദന ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ അന്ന് റിസ്ക് എടുത്ത് രണ്ടാമതൊരു പ്രൊജക്ടറിന് വെച്ച് സിനിമ കളിക്കുന്ന സംവിധാനം ഉണ്ടാക്കി. ബെസ്റ്റ് പ്രൊജക്ടറാണ്. അത് വേൾഡ് ക്ലാസ് പ്രൊജക്ടാണ്. ഏറ്റവും വലിയ ഉയർന്ന വിലക്കുള്ള പ്രൊജക്ടാണ്. പാക്കനാർ എന്നുള്ള പേരിടാണെന്ന് മുമ്പ് ഇതിനെ എബ്ഗൻ എന്നുള്ള പേരിടാനുള്ള കാരണം ചോദിച്ചിട്ടില്ല. വ്യത്യസ്തമായ അത് എന്തോ എനിക്കറിയില്ല. അന്ന് ഓരോരാൾക്കും എന്തോ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അല്ലാതിപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ജനിച്ചപ്പോൾ എന്തെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷെ അന്ന് ഞാനും ആലോചിച്ചിട്ട് ഈ പേര് എന്തിനാ അച്ഛൻ ഇട്ടു? നമുക്കറിയാം ഈ പേര് കൊണ്ട് ഞാൻ ഒരു പഠിക്കുന്ന കാലത്ത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഈ പേര് മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ ഒരിക്കൽ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ഒരു പറഞ്ഞിട്ട് ഒരു പരിചയപ്പെടുന്നില്ല, ഇൻട്രഡക്ഷൻ.
അപ്പോൾ പിള്ളേർ പറയും പിള്ളേർ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ സാറേ അയാൾ ഉഗ്രനാണ്, അയാൾ ഉഗ്രനാണെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഞാൻ ഉഗ്രനാണ്, പേര് പറയണം. വീടുമ്പോൾ 2, 3, 4 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ പേര് പറയും. പിള്ളേർ പറഞ്ഞ അയാൾ ഉഗ്രനാണ് സാറേ, ഇയാൾ എന്ത് പറഞ്ഞാലും ഇയാൾ എൻ്റെ പേര് വിശ്വസിക്കില്ല. അങ്ങനെ ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതുപോലെ കോളേജിൽ പോകുമ്പോൾ ഇതേപോലെ തന്നെ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലഘട്ടത്തിൽ KSC SFB എല്ലാം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. എനിക്ക് ആരും ഒഴിവാക്കാനില്ല. ഉഗ്രൻ്റെ മെമ്പർ പേര് കിട്ടി, ഞാൻ കിട്ടി, ഇപ്പോഴത്തെ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡബിൾ ഗെയിം കളിച്ച ഒരാളാണ്. ഓക്കെ, അത് തല്ല് കിട്ടാൻ പാടില്ല, തല്ല് കിട്ടി മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ ഉറപ്പാണ് തല്ലാണ്, മനസ്സിലായി. അപ്പോൾ അവരടുന്നൊക്കെ കോളേജ് വിദ്യാഭ്യാസ സമയത്തിൽ ഞാൻ അവിടെ നിന്നൊക്കെ ഈ പേരിനെ പറ്റി വല്ലാതില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ പേരിൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലത്തെല്ലാം ഉള്ള ആൾക്കാരായാലും ടീച്ചേഴ്സായാലും ആൾക്കാരായാലും ഒറ്റ വാക്കിൽ ഞാൻ ഈ പേര് പറയുമ്പോൾ എൻ്റെ കൊല്ലും സമയം വേറൊരു പേര് അവർക്ക് പറയേണ്ട ആവശ്യം വീട്ടിൽ നിന്ന് അവർ നാരായണാന്നോ കൃഷ്ണനാന്നോ ചെയ്യുന്ന നാരായണ എന്ത് കൃഷ്ണൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല എന്നെ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു, എന്നെ പഴയ സുഹൃത്ത് പല മേഖലയിലും പണിയെടുക്കുന്നവരായിരുന്നു. എനിക്കിപ്പോൾ ഒരാളെ കോൺടാക്ട് ചെയ്താൽ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ആ ഉഗ്രനെ കുറിച്ച് അവർ ചിന്തേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലായി. ഇപ്പം നിങ്ങൾ പോലും ഇടപെടുമ്പോൾ ഞാൻ ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഉഗ്രൻ എന്ന് പറഞ്ഞ ഒരാളെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടാമത് ഏത് ഉഗ്രൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ പേരിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പേര് പോലെ അങ്ങനത്തെ ഉഗ്രനൊന്നുമല്ല. അപ്പോൾ പേരിൽ മാത്രമേ, പക്ഷെ ആൾക്കാർ പറഞ്ഞ് പേരിന് മാത്രമേ രണ്ടിലുണ്ടെന്ന് പറയും. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രവൃത്തി അങ്ങനെ ആക്കുന്നത് ഞാൻ അങ്ങനെ നിങ്ങൾ മനസ്സിലായി. ഞാനത് നേരെ പോകുന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, സ്ട്രേറ്റ് ഫോർവേഡാണ്. എനിക്ക് ആരെയും പറ്റിച്ചിട്ടോ അന്വേഷിച്ച് ഉണ്ടാക്കേണ്ട ഒരു സമീപനം എനിക്കില്ല. ഞാൻ ആ ലെവലിൽ ചിന്തിക്കുന്ന ആളാണ്. ഇത് വളരെ തകർച്ചയിൽ നേരിട്ട സ്ഥാപനമാണല്ലോ സിനിമാ മേഖല. പിന്നെ കൊറോണ ടൈമിലൊക്കെ ഇത് എങ്ങനെയാണ് തരണം ചെയ്തത്? തരണം ചെയ്യുന്നതിൽ നമ്മൾ നിശ്ചയമാണ്. അതായത് ഈ രോഗം വന്നാലും നമ്മൾ കിടപ്പിലാവും, ഇല്ലേ? ഈ രോഗത്തിന് ചികിത്സിക്കുക എന്നുള്ള മാതിരി ഏതിനും അതൊരു മറുവശം ഉണ്ടാവില്ല. അപ്പോൾ അന്ന് കൊറോണ സമയത്ത് നമ്മളെ സംബന്ധിച്ച് സിനിമാ തിയേറ്റർ വളരെയധികം ഒരൊറ്റ കുഞ്ഞു പോലും അതായത് കയറാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ സീറ്റുകൾ തമ്മിലുള്ള ഒരു പകുതി സീറ്റില്ലാന്ന് ആൾ കയറുക, മനസ്സിലായി. അങ്ങനെ ഒരുപാട് സംവിധാനം ഗ്രാൻഡ് ക്ലീനിങ്ങും പരിപാടികളും അതിന് ഒരുപാട് സംവിധാനം ഉണ്ടായിരുന്നു. 50% ആൾ വെച്ചിട്ടാണ് അന്ന് സിനിമ തിയേറ്ററാണ്. പക്ഷെ 50% പോയിട്ട് 25% ആളുകൾ അത് കയറാൻ തിയേറ്ററിനകത്ത് വന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ എല്ലാവർക്കും ഭയപ്പാടായിരുന്നു, കുട്ടികൾ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം നമുക്ക് നല്ലോണം നേരിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അന്ന് ഈ സ്ഥാപനം നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും ഇതും ആശ്രയിച്ച് ജീവിക്കുന്നത് നമ്മളെ ഈ സ്ഥാപനത്തോടുള്ള തൊഴിലാളികളെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഉത്തരവാദിത്തത്തോട് പൂർണ്ണമായി നമ്മൾ കണ്ടുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ അവർക്കെല്ലാം ജീവിക്കണ്ടേ. നിങ്ങൾക്കറിയാലോ, ഈ സ്ഥാപനം പൂട്ടിയിട്ട സമയത്ത് പോലും ഞാൻ അവർക്ക് അത്യാവശ്യം ജീവിക്കേണ്ട പൈസ കൊടുക്കുന്നു, മനസ്സിലായി. അതൊക്കെ നമ്മൾ ഈ സമാധാനം. പിന്നെ അത് പൂട്ടിയിടുക എന്ന് പറയുന്നതല്ലല്ലോ, പൂട്ടിയിട്ടിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഏത് പ്രതിസന്ധി വന്നാലും നേരിടുക. ഇപ്പൊ മലയാള സിനിമയിൽ എല്ലാം നല്ല കാലമാണല്ലോ. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയും ഹിറ്റായി പോവുകയാണ്. അത് എത്രത്തോളം ഗുണം ചെയ്യുന്നു? എത്രത്തോളം ഗുണം ചെയ്തത് നമ്മളെ സംബന്ധിച്ച് സിംഗിൾ സ്ക്രീൻ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പറയാം. ഇപ്പോൾ പറയാനില്ല, പ്രേമൽ പറയുന്നത് അനിമൽ ബോഡീസാണ് ഒറ്റ ഹിറ്റായിരുന്നു, മനസ്സിലെ. അപ്പോൾ ആ ഒരു പടം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 3-4 ആഴ്ച കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള പടങ്ങൾ നമുക്ക് കളിക്കാൻ ഷിഫ്റ്റ് ചെയ്ത് കളിക്കേണ്ട അവസ്ഥ. അതുപോലെ അങ്ങനെ മഞ്ഞ ബോഡീസ് അതുപോലെ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആട് ജീവിതം കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സൂപ്പർ ഹിറ്റ് പടം വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ വളരെ ആവേശവും ഈ പിന്നെ ഒന്നുകൊണ്ടൊക്കെ വർഷക്കാലത്ത് റിപ്പോർട്ടിൽ സിനിമകളാണ്, മനസ്സിലായോ? ജി ഗണേശൊക്കെ നല്ല റിപ്പോർട്ടിൽ സിനിമകളാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. കാരണം ചില കളിച്ചുകൊണ്ടിരുന്ന സിനിമകൾ നമ്മളെ സംബന്ധിച്ച് ഒരു നിശ്ചിത സമയം എന്നല്ല, അതിലൊരു അവരുടെ ഒരു കട്ട് ഓഫ് കണ്ടീഷൻ. എത്ര ആൾക്കാർ കയറി കഴിഞ്ഞാൽ ആ പടം നമ്മളെ കളി മാറ്റാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഓഡിയൻസ് തിരിക്കും. അത് നമ്മളൊക്കെ ഹോൾഡ് ഓവർ പേര് പറയാൻ ഹോൾഡ് ഓവർ 2 കോൺസിക്യൂട്ടീവ് ഡേയ്സ് 2 ദിവസം അടുപ്പിച്ചിട്ട് ആൾ കുറഞ്ഞാൽ മാത്രമേ ഒരു സിനിമ മാറ്റാൻ. പിന്നെ അതിന് വേറൊരു ഉപാധി ഹർത്താലോ എന്തെങ്കിലും ക്രിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല. അതെ, ഇതൊക്കെ സിനിമ കളിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം തന്നെ എഗ്രിമെന്റ് ഒപ്പിട്ടാൽ മാത്രമേ സ്ക്രീനിലേക്ക് പടം. അപ്പോൾ ആ ഹോൾഡോടെ കോൺസിക്യൂട്ടീവ് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു പടം പെട്ടെന്ന് നമ്മൾ വിചാരിച്ച തീരെ മാറ്റി കളിക്കാൻ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്
ഞാനൊരു സിനിമ ഞാൻ മാക്സിമം സഹായിച്ച് കളിക്കാനും താല്പര്യപ്പെടുന്നതാണ്. ഒരു സിനിമ 2 ദിവസം മോശമായി പോലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതെ, ഞാൻ ചെയ്യുന്നതല്ല, മോശമായാലും ഞാൻ ആ സിനിമ കഴിച്ചു കൊടുക്കും. ആണെങ്കിൽ അതിന് കോടികൾ മുടക്കി ഒരു ഉടമസ്ഥൻ്റെ ലക്ഷണങ്ങളായി കിട്ടുകയാണ്. അപ്പം അയാളെയും കൂടെ ഇല്ലാത്തതാണ്. അപ്പം അയാൾക്കും കണ്ടി എന്നതറിയാലോ, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവും തിയേറ്ററും ഒരു നാണയത്തിന് 2 വശം. ഒരു നിർമ്മാതാവില്ലെങ്കിൽ സിനിമ തിയേറ്ററില്ല, സിനിമ തിയേറ്ററില്ലെങ്കിൽ ഒരു നിർമ്മാതാവില്ല. പക്ഷേ രണ്ടുപേരും വളരെ തുല്യരാണ്. സാമ്പത്തിക ലാഭത്തിനേക്കാൾ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണല്ലേ ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്? 100%. അത് കഴിഞ്ഞിട്ട് യാതൊരു സംശയമുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചത് ചോദ്യം എന്നറിയാം, നിങ്ങൾ എന്തിനാ ഇത്ര ആൾക്കാർ ചെയ്യുന്നു? പണത്തിന് ആളുകൾ കുറഞ്ഞ സമയത്ത് പോലും ആൾക്കാരെ ചെയ്യുന്ന ഒറ്റ ചോദ്യമാണ്. ഈ 5-ആക്കും 10-ആക്കും 15-ആക്കും നിങ്ങൾ സിനിമ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്നേരം ഞാൻ പറയുന്ന ഒറ്റതേ ഉള്ളൂ എന്നറിയാം, അത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. അതിപ്പോൾ 5-10 വന്നാൽ നമ്മൾ സിനിമ എടുക്കും. ഈ ഏറിയയിൽ നിങ്ങൾ മനസ്സിലാക്കിച്ചാൽ 100% ഉറപ്പോടുകൂടി സിനിമ തിയേറ്റർ സിനിമ കാണാൻ വരാൻ പറ്റുന്ന ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ മടക്കി അന്നേരം ഒഴിവാക്കും. നമ്മൾ ഇവിടെ വണ്ടി എടുത്ത് വന്ന ഒരാളായിരുന്നു, നമ്മൾ നോ ഷോ എന്ന് പറയില്ല. 2 ആൾ വന്നാണ് സിനിമ കാണും. 2 പേർക്ക് സിനിമ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കറണ്ടില്ലെങ്കിൽ ഫുൾ ജനറേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം എൻ്റെ സ്റ്റാഫിനും പറയും, ഇവർക്ക് ഇതിനാണെന്ന് ഇയാൾക്ക് എന്തിനാ അത് കൊടുക്കും, നോ ഷോ പറഞ്ഞാൽ പോലെ എന്ന് പറയുന്ന ഒരാളുണ്ട്. ചില ഒരു ജനറേറ്റർ സിനിമ കളിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10 ലിറ്റർ ഡീസൽ വേണം. 10 ലിറ്റർ ഡീസൽ എത്ര 1000 റുപ്യ. 2 ആൾ സിനിമ എത്ര കിട്ടും? 200 റുപ്യ കിട്ടും. മാത്രമല്ല ഇവരുടെ ശമ്പളം കറണ്ട് ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അതിൽ നമ്മൾ ലാഭം നോക്കുന്നതിന് പകരം ഒരു ജനങ്ങളുടെ ഒരു വിശ്വാസം, അതായത് പകർന്നമായ സിനിമ കാണാൻ പറ്റും എന്നുള്ളതിൽ സിനിമ കാണാതെ തിരിച്ചു വരുന്ന ഒരവസ്ഥ, ചിലപ്പോൾ സീറ്റുകൾ കിട്ടാത്ത അവസ്ഥ, ഫുള്ളായി പോയത് അങ്ങനെ ചില പ്രശ്നങ്ങളല്ലാണ്ട് സിനിമാ തിയേറ്റർ വന്നിട്ട് മടക്കിയിരിക്കുന്ന പരിപാടി കിട്ടിയില്ല. അത് 100% നമ്മളുടെ ഗ്യാരണ്ടി. ഇപ്പൊ പഴയ കാലത്തെ സിനിമകൾ മുതലേ കണ്ടു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പഴയ കാലത്തെ സിനിമയും പുതിയ കാലത്തെ സിനിമയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഏതാണ് നല്ല സിനിമ? അങ്ങനെ തന്നെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരു മൊത്തത്തിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. എങ്കിലും പഴയകാല സിനിമകൾ എന്ന് പറയുന്നത് അന്ന് ഈ വടക്കൻ പാട്ടുകൾ, ഭക്തി നിർഭരമായ സിനിമകൾ, അയ്യപ്പമ്പലത്തെ സിനിമകൾ, അതുപോലെ സസ്പെൻസ് ക്രൈം ത്രില്ലർ സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ അന്നത്തെ ആയിരുന്നു. ഒരുപാട് ഹൈലൈറ്റുള്ള സിനിമകൾ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് മലയാള സിനിമകൾ വളരെ കുറവും തമിഴ് സിനിമകൾ കൂടുതലാണ്. അന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമകൾ വളരെ കുറച്ചാണ്. അന്ന് ധാരാളം സിനിമ എന്ന് പറഞ്ഞത് അവരുടെ ഫെസ്റ്റിവൽ ഡേറ്റ്സ് മാത്രം നോക്കിക്കൊണ്ട് സിനിമകൾ ഇറക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഏറ്റവും വലിയ വമ്പൻ സിനിമകളെല്ലാം വരുന്നത് ഫെസ്റ്റിവൽ ഡേറ്റുകൾ മാത്രമാണ്. ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ഏത് സമയത്തും ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇതിപ്പോഴത്തെ ഇക്കൊല്ലത്തെ അവസ്ഥയിൽ എടുക്കാം. ഇവിടുത്തെ ഈ ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന സമയങ്ങളിൽ സിനിമയിൽ ഏറ്റവും വലിയ മോശപ്പെട്ട സമയമാണ്, വരുമാന മാർഗം കുറഞ്ഞ സമയം. ഈ കാലഘട്ടത്തിൽ ഈ ബ്രഹ്മയുഗവും ഇതേപോലെ ഈ പ്രേമയുഗവും മഞ്ഞുമൽ ബോയ്സൊക്കെ വന്ന് സിനിമാ തിയേറ്റർ നിറഞ്ഞു. എൻ്റെ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഫ് സീസണിൽ ഇത്തിരി ആൾക്കാർ വന്ന് സിനിമ കണ്ടത്. അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ഏത് സമയത്തും ആൾ കയറുന്നത് ഉറപ്പാണ്. അതേപോലെ തന്നെ അതിന് മുമ്പ് നമുക്കറിയാം, ഈ പെരുന്നാളിൻ്റെ സമയങ്ങളിൽ ശരവണ സീസണിലെല്ലാം ഒരുപാട് സിനിമകൾ ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. മനസ്സിലായ അതിനൊരു ചരിത്രമാണ്. അപ്പോൾ സിനിമ കാണുന്നതിന് സമയപരിധിയൊന്നുമില്ല. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ ഏത് സമയത്ത് സിനിമ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാം 2018 ഒരു തിരുത്തലായിരുന്നു. 2018 സിനിമ വന്നപ്പോൾ അതൊരു വലിയൊരു തിരുത്തലായിരുന്നു. പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിത എന്ന് പറഞ്ഞാൽ അത് വളരെ വമ്പം വിജയമായിരുന്നു ആ സിനിമ. അതേപോലെ ഇപ്പം ഈ വന്ന സിനിമകളും എന്ന് പറഞ്ഞാൽ ആടുജീവിതം, സത്യം പറഞ്ഞാൽ പടം കളിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പോലും അതൊരു ഒരു അപ്പർ ക്ലാസ് മൂവി എന്ന നിലയിൽ മാത്രമേ ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ളൂ. അതായത് എല്ലാവരും അത് വന്ന് കാണുക എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായി. സത്യം പറയാൻ ആ സിനിമ സ്ക്രീനിൽ വീഴുന്നവരെ എനിക്കും ഒരു ഭയപ്പാടുണ്ടായിരുന്നു. സിനിമ നന്നായിട്ട് പോകില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ സിനിമ നമ്മൾ ഞെട്ടിച്ചെടുത്തു. ആടുജീവിതം അതിൽ പൃഥ്വിരാജിൻ്റെ ഹൈലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം അതിന് ഓസ്കാർ അവാർഡ് കിട്ടണം. ആ സിനിമക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കണം.
കൊടുത്തില്ലെങ്കിൽ ആ നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു അവഗണന, അത്രയും കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച സിനിമയാണ് ചെയ്യുന്നത്. സിനിമക്ക് ഒരു അവസാനമില്ല. സിനിമ എപ്പം സിനിമയായിട്ട് കാലമുള്ളിടത്തോളം സിനിമ ഉണ്ടാവും. അതിനനുസരിച്ച് സിനിമകൾ പല മാറ്റങ്ങളും വരും. സാങ്കേതിക വിദ്യകൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമക്ക് എപ്പോഴും നല്ലൊരു ഭാവിയുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള തിയേറ്ററുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണം. ഇപ്പൊ ഈ സിനിമ തിയേറ്റർ നടത്തിയതിൽ എന്തെങ്കിലും അവാർഡോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അവാർഡ് എന്ന് പറയുന്നത് നമ്മൾ 50 വർഷം പൂർത്തീകരിച്ച വകയിൽ എനിക്ക് നമ്മുടെ സംഘടന സിനിമയുടെ മാസ്റ്റർ അസോസിയേഷൻ്റെ വകയിൽ 50 വർഷം പൂർത്തീകരിച്ച വകയിൽ എനിക്ക് അവാർഡ് ഒരുപാട് അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഇന്ത്യൻ സിനിമയുടെ 100ാം വർഷം ആഘോഷിച്ച സമയത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടിയ കേരളത്തിൽ ഒരു 7 തിയേറ്റർ ഒന്ന് പറഞ്ഞതാണ്. അതിന് നമുക്ക് അഹങ്കാരത്തോടെ പറയാം. അത് മാത്രമല്ല അന്ന് 6 തിയേറ്ററുകളും ഏറ്റവും വലിയ റിലീസ് സെൻറ്ററിലായിരുന്നു. റിലീസ് എല്ലാ തിയേറ്റർ പാർട്ട്ണറുകളും അത് തന്നെ ഒരു അത്ഭുതത്തോടെ നോക്കിക്കണ്ട ആൾക്കാരാണ്. അതെനിക്ക് വലിയൊരു ക്രെഡിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ നമ്മൾ സ്വപ്നമല്ല. അത് ഞാൻ ചെന്നൈയിൽ പോയി വാങ്ങിയത്, അവാർഡൊക്കെ വാങ്ങിയത് ചെന്നൈയിൽ പോയിട്ടാണ്. അതൊക്കെ അതിനെ നമുക്ക് വലിയൊരു നിമിത്തമായിട്ട് പറയുന്നുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സിനിമ ഒരു കലയാണ്. മനസ്സിലായോ? ആ കല എന്ന് പറഞ്ഞൊരു ദൈവാധീനമാണ്. കല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ശക്തിയാണ് കല. മനസ്സിലായോ? ആ കലയെ ഒപ്പം നമ്മൾ ആരാധിക്കണം. അതിനെ ഉറങ്ങാൻ അത് ചവിട്ടിക്കളയാൻ പാടില്ല. മോശമായാലും കൊടുക്കും. അതിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്നേഹിച്ചാൽ ഈ പ്രസ്ഥാനം ഒരു കാലത്തും മോശമാണ്. ഇതിനെ നമ്മൾ ഇതിനൊരു മോശാവസ്ഥ നല്ല ഏത് മനുഷ്യനും പരിണാമമുണ്ട്. നല്ലതുണ്ടാവും, മോശമുണ്ടാവും. എപ്പോഴും പ്രകൃതിയിലാണല്ലേ. പ്രകൃതിക്ക് ഇടക്കിടയ്ക്ക് മാറ്റം വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ അതിജീവിച്ച് പോകുന്നുണ്ട്. ഇല്ലേ, കൊറോണ വന്നു, നിപ്പ വന്നു, ഇവിടെ വെള്ളപ്പൊക്കം വന്നു. ഇതൊക്കെ അതിജീവിക്കും പോലെ സിനിമയിലും അങ്ങനെയുള്ള ചില വിഷയങ്ങളിലെല്ലാം ഇടക്കിടക്ക് വരും. പക്ഷെ അതിലൊന്നും നമ്മൾ കുരുങ്ങരുത്. എനിക്കിപ്പോൾ എല്ലാവരും പറയേണ്ടതാണ്. സിനിമ നല്ലത് വരും, മോശം വരും. അതിനെ നമ്മൾ പെട്ടെന്ന് ഇളക്കിയിട്ട് പോയില്ല. അതൊരു ദൈവീ മഹാത്മ്യം പറയുന്നത് അതൊരു കലയാണ്. ആ കലയെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇത്രയും നേരം സഹകരിച്ച് ഒരുപാട് നന്ദി. ഈ പാക്കനാർ എന്ന തിയേറ്റർ ഒരുപാട് കാലം ഇനിയും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് ചെറുവത്തൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാക്കനാർ ടാക്കീസ്. 1961 ശ്രീ പി കണ്ണൻ സ്ഥാപിച്ച ഈ ടാക്കീസിൽ 50 വർഷത്തിലേറെയുള്ള മലയാള സിനിമയുടെ ചരിത്രമുറങ്ങുന്നുണ്ട്. മലയാളത്തിലെ ആദ്യ കളർ സിനിമയായ കണ്ടം വെച്ച കോട്ട് മുതൽ മലയാള സിനിമയെ ലോക സിനിമയുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ച ആടുജീവിതം വരെ എത്തി നിൽക്കുന്ന സിനിമാ യാത്ര. സിനിമ എന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് അഭ്രപാളിയുടെ വിസ്മയങ്ങൾ എത്തിച്ച ചരിത്ര സ്മാരകമായി തന്നെ നമുക്ക് പാക്കനാറിനെ കാണാൻ സാധിക്കും. അന്നത്തേതിൽ നിന്ന് സിനിമയും സിനിമാ കൊട്ടകയും ഏറെ വളർന്നു, ജനകീയമായി. പുതിയ ഭാവത്തിലും രൂപത്തിലും സാങ്കേതിക മികവിൻ്റെ കരുത്തുമായി സിനിമ ഇന്നും നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പി കണ്ണൻ്റെ 9 മക്കളിൽ രണ്ടാമത്തെ മകനായ ഉഗ്രൻ ചേട്ടനാണ് ഇന്ന് പാക്കനാറിനെ നയിക്കുന്നത്. തിയേറ്റർ വ്യവസായം നഷ്ടത്തിലായപ്പോഴും പാക്കനാറിനെ കൈവിടാതിരുന്നത് സാമ്പത്തിക ലാഭത്തേക്കാൾ സിനിമയെയും കലയെയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് ഉഗ്രൻ ചേട്ടൻ പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും തങ്ങളെ കൈവിട്ടിട്ടില്ലെന്ന് തിയേറ്ററിലെ തൊഴിലാളികളും സ്നേഹത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. കച്ചവടക്കണ്ണോടെ ഏത് തൊഴിലിനെയും സമീപിക്കുന്നവരിൽ നിന്നും ഉഗ്രൻ ചേട്ടനെ വ്യത്യസ്തനാക്കുന്നതും അതൊക്കെ തന്നെയാണ്. അച്ഛൻ തുടങ്ങിവെച്ച സ്ഥാപനം ഇന്നും കൈവിടാതെ സൂക്ഷിക്കുന്നത് അച്ഛനോടും സിനിമയോടുമുള്ള സ്നേഹം കൊണ്ടു തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. 50 വർഷം പൂർത്തീകരിച്ചതിൻ്റെ സ്നേഹാദരങ്ങൾ പല മേഖലയിൽ നിന്നും പാക്കനാറിന് ലഭിച്ചിട്ടുണ്ട്. തിയേറ്റർ വ്യവസായവും ടാക്കീസും ന്യൂജൻ സ്റ്റൈലിലേക്ക് മാറിയെങ്കിലും ചെറുവത്തൂരുകാർക്ക് സിനിമ എന്ന വികാരത്തിനൊപ്പം ചേർത്ത് നിർത്തുന്നതാണ് പാക്കനാറും. ഇനിയും ഒരുപാട് ദൃശ്യവിസ്മയങ്ങൾ പാക്കനാറിൻ്റെ തിരശീല നീക്കി കാണികളിലേക്ക് എത്തട്ടെ.